അച്ഛൻ ഫോണിൽ സംസാരിക്കുന്നത് കേട്ടാണ് സാധാരണ ഞാൻ എണീക്കാറുള്ളത്. ഇന്നെന്തോ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി. നീ പോയിക്കോ, വെയിറ്റ് ചെയ്യണ്ട. നമുക്ക് ശരിയാക്കാം. ഡോണ്ട് വറി മാൻ. നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകൂ. ഞാനത് ശരിയാക്കി തരാം. ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്യണേ. ഹലോ, അതെ, ഞാൻ ഇറങ്ങുവാണ്. ഒരു മണിക്കൂറുള്ളിൽ ഞാൻ ഓഫീസിലെത്തും. നേരെ ഇങ്ങനെ ഒരു തിരക്ക് എത്ര ഫോൺ കിട്ടിയിട്ടും കാര്യമില്ല. അതെ, അതൊരു നോൺ ബെയിലബിൾ കേസാണ്. അതെ, അയാളോട് കുറച്ച് ദിവസം ഒന്ന് മാറി നിൽക്കാൻ പറയേ. ആ അതെ അതെ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ഇത്തിരി തിരക്കിലാണ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. വിളിക്കാന്നേ. ആരായിരുന്നു? ഭർത്താവാ. 6 മാസം അതിന്റെ ടെൻഷനിലാ പുള്ളിക്കാരൻ. ഓ, 9 മണിയായി. ഇനി എപ്പോ ഓഫീസിലെത്താനാ? നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കാണോ? അവരോട് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക. അങ്ങോട്ട് ചെല്ല്. എടാ, ഇന്ന് ഏത് ക്ലാസ്സാടാ? കോണ്ട മെക്കാനിക്സോ? ഷോ, ബോറ്. നീ ജേക്കബ് സാറിൻ്റെ ക്ലാസ്സിൽ കയറുന്നുണ്ടോ? ഞാനൊന്നും കയറുന്നില്ല. ആ ഹലോ, പറയടാ. കുഴപ്പമില്ല. അത് കുഴപ്പമൊന്നുമില്ല. നോ പ്രോബ്ലം. ഇന്ന് കവിതയിൽ ലാലേട്ടൻ്റെ പടം റിലീസാ. നമുക്ക് ചാടാടാ. അത് പ്രശ്നമൊന്നുമില്ല. അത് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ മറൈൻ ഡ്രൈവിലേക്ക് എങ്ങനെ പോകും. 2:30-ക്കാടാ ഷോ. നീ അങ്ങോട്ട് ഇറങ്ങ്. വരാടാ. നീ പേടിക്കൊന്നും വേണ്ട. അത് കുഴപ്പമൊന്നുമില്ല. വരാം. പ്രശ്നമൊന്നുമില്ല. ഇന്ന് മജിസ്ട്രേറ്റ് കോടതിയില്ല. ജാമ്യക്കാരെല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ അല്ലേ? ശരി, ഞാൻ ഉടനെ എത്താം. ഞാൻ ഇറങ്ങിക്കോട്ടെ. റിട്ടയർമെന്റിന് ശേഷമുള്ള ആദ്യത്തെ ദിവസം ഇന്ന് തുടങ്ങിയാണ്. ഓൾ ദി ബെസ്റ്റ്. ഹായ് അച്ഛാ. ബൈ. ബൈ അച്ഛാ. ഇന്നലെ 5 മണിക്ക് എത്തിക്കാന്ന് പറഞ്ഞല്ലേ? എന്നിട്ട് ഇപ്പൊ 11 മണിയായി. ഇല്ല, നടക്കത്തില്ല. നിയമം വിട്ട് ഒരു പണിയും നടക്കത്തില്ല. പെൻഷൻ മേടിക്കേണ്ടതാ. അപ്പോഴേ ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഹലോ, അത് നാളെ വിളിക്കട്ടാ. ശരിയാക്കി തരാം. ഹലോ, നാളെ വിളിക്കട്ടോ. നാളെ ഒരു ഉച്ചയ്ക്ക് ശേഷം വിളിക്കേ. അതൊക്കെ നമുക്ക് ശരിയാക്കാം. അത് കുഴപ്പമൊന്നുമില്ല. ഫയലിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. നമുക്ക് നോക്കാം കേട്ടോ. നാളെ ഞാൻ ഉച്ച കഴിഞ്ഞിട്ട് വന്നൊന്ന് കാണ്. ശരി. ഹലോ, ഒന്ന് ഹോൾഡ് ചെയ്യണേ. സൂപ്പറിനെ ഒന്ന് കാണിച്ചു കേട്ടോ. ഒന്ന് കാണിച്ചാൽ മതി. സൈൻ ചെയ്തത്. ഓക്കെ. ഹലോ, ഇല്ല. ഞാൻ ഇപ്പൊ എത്താ ചേച്ചി. ഇവിടുത്തെ സാറ് റിട്ടയർഡ് ആയതുകൊണ്ട്. അതെ, ബാലചന്ദ്ര സാറ്. ഉച്ചഭക്ഷണം കൂടി വെച്ചിട്ട് വരാൻ പറ്റൂ. ഞാൻ വന്നിട്ട് ചേച്ചി.
ഹലോ സദാശിവ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഓഫീസിൽ എല്ലാവർക്കും സുഖമല്ലേ? ആ സാറേ, ഞാൻ തിരക്കിലാണേ. ഞാൻ അങ്ങോട്ട് വിളിക്കാം സാറേ, അങ്ങോട്ട് വിളിക്കാം. സാറേ സാറേ സാറേ, ഞാൻ പോകുക, നാളെ വരാം. നമ്മുടെ ബഹുമാനപ്പെട്ട ബാലേന്ദ്ര സാർ യാത്രയയപ്പ് യോഗമാണെങ്കിലും ഒരു കാരണവശാലും ബാലേന്ദ്ര സാറിന് നമ്മളെ വിട്ടുപോകാൻ കഴിയില്ല. ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് മാത്രമേ ബാലചന്ദ്രൻ സാർ വിട പറയുന്നുള്ളൂ. സാറിന് ഏത് സമയത്തും നമ്മളെ വിളിക്കാം. ബാലേന്ദ്രൻ സാർ വിരമിക്കുന്ന ഈ ദിനം നമ്മളെ സംബന്ധിച്ചിടത്തോളം ദുഃഖകരമാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ വിശ്രമ ജീവിതത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നിങ്ങൾ എന്താണ് ഈ പറയണത്? ഒന്നാമത് പെൻഷൻ പ്രായം 56 58 60 ആക്കണം. അപ്പൊ പിന്നെ കാര്യങ്ങളൊക്കെ എളുപ്പമില്ലേ? പിന്നെ സർക്കാരിന്റെ ബാധ്യതകൾ കുറയില്ലേ? ഞാനില്ല
ஹலோ ஆ ஆ, ஐயா அந்த குரல் இருக்கு இல்லையா, பாலாறுபட்டி ஜங்ஷன்ல இருந்து தூக்கி வயிற்றில் ஜங்ஷனில் போடுங்க. என்னடா அந்த போட்டி செட்டியில் இருக்கிறத குற்றநோக்கி இல்லையா, அவங்க கலெக்ஷனே கம்மியாக இருக்குதுடா. இது பத்தாதடா, இந்த இடத்தையும் பத்தாது வேற இடத்தையும் நம்ம தேடுறோம். ஆமாங்க, அதனால தேவை நம்ம இது ஒவ்வொரு நாளையே கலெக்ஷன் கம்மி வருது தெரியலையா. ஆமாங்க, அது அவ்வளோ. கடவுளே, എന്താണീ ജീവിതം, എന്താണീ ജീവിതം, അവ്യക്തമായൊരു സുന്ദരമായ വളകിലുക്കം, വളകിലുക്കം. സംഗീതതുന്ദിലം നൈമിഷികോജ്വലം, പിന്നെയോ ശൂന്യം പരമശൂന്യം. എങ്കിലും മീതയായി മർത്യാനീ നിൽക്കുന്നതെന്തിനു? നീയത്ര നിസ്സഹായൻ, നീയത്ര നിസ്സഹായൻ. ജീവിതാധ്യായം ഒരിത്തിരി മാറ്റുവാനാവാത്ത നീയോ ഹാ സാർവഭൗമൻ, സാർവഭൗമൻ. എന്താണീ ജീവിതം, എന്താണീ ജീവിതം, അവ്യക്തമായൊരു സുന്ദരമായ വളകിലുക്കം, 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 വളകിലുക്കം.